ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതാ വരുന്നു ഒരു മനുഷ്യൻ, നല്ല വെളുത്ത വസ്ത്രം ധരിച്ച കറുകറുത്ത മുടിയുള്ള ഒരു മനുഷ്യൻ. യാത്രയുമായി ബന്ധപ്പെട്ട ഒരു അടയാളവും ആ മനുഷ്യൻ്റെ പ്രകൃതിയിലോ ശരീരത്തിലോ ഭാവത്തിലോ കാണുന്നില്ല. വലാ യഅരിഫുഹു മിന്നാ അഹദ്, ഞങ്ങളിൽ നിന്നുള്ള ഒരാളും ആ വന്ന മനുഷ്യനെ അറിയൂല, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ആ വന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അങ്ങിരുന്നു. ഓരോ ചോദ്യങ്ങൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്. ചോദിച്ച ആ ചോദ്യങ്ങളിൽ നിന്നുള്ളൊരു ചോദ്യം, ഖാല ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ, അങ്ങെനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം അതാണ് നാം ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. അതെന്താണ്? ഖാല അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അവന് ഇബാദത്തെടുക്കണം. അല്ലാഹു നിന്റെ മുമ്പിലുണ്ട്, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ നീ ഇബാദത്തെടുക്കണം. ഫഇല്ലം തകുൻ തറാഹ്, നീ അവനെ കാണുന്നില്ലെങ്കിലും, നീ അല്ലാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ നീ ഇബാദത്തെടുക്കണം. കാരണം ഫഇന്നഹു യറാക്, നിന്നെ അവൻ കാണുന്നുണ്ട്. അല്ലാഹു തആല നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും. ഇതാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നാം ഏതൊരു ഇബാദത്ത് എടുക്കുമ്പോഴും അല്ലാഹു നമ്മുടെ മുമ്പിലുള്ളതുപോലെ അല്ലാഹുവിനെ നാം കണ്ട് ഇബാദത്ത് എടുക്കുന്നത് പോലെ ആയിരിക്കണം. കാരണം നാം അല്ലാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അല്ലാഹു ഇങ്ങോട്ട് നമ്മെ കാണുന്നുണ്ട്, നമ്മെ അറിയുന്നുണ്ട്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിൽ അമൽ ചെയ്യുന്നവൻ, ഈ രൂപത്തിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവൻ, അവനാണ് അല്ലാഹു തആല നാളെ സ്വർഗം നൽകുന്നത്.